ഇന്ന് കോടുപള്ളിയിൽ പോയിട്ടാണ് നല്ല മിടുക്കനായിട്ട് പോയി പറഞ്ഞതൊക്കെ അനുസരിച്ചു. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഊട്ടുപെരുന്നാളായിരുന്നു. കുർബാനയ്ക്ക് അവനെ കൊണ്ടുപോയില്ല. കാരണം 2 മണിക്കൂർ സമയം അവിടെ സമാധാനത്തിൽ ഇരിക്കാനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുർബാനയ്ക്ക് പോയി വന്നിട്ട് പിന്നെ കൂടുവിനെ 2ാമത് കൊണ്ടുപോയി. അപ്പം നല്ല കുട്ടിയായിട്ട് വഴിക്കൂടെ പറഞ്ഞൊക്കെ അനുസരിച്ച് വന്നു. പോണ വഴിയിൽ അവൻ്റെ അംഗനവാടിയിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറെ കണ്ടു, മേരി ടീച്ചർ. എൻ്റെ കൂടുവിനെ ആദ്യമായിട്ട് അംഗനവാടിയിൽ കൊണ്ടുപോയപ്പോൾ അവനെ എപ്പോഴും എടുത്തുകൊണ്ട് നടന്ന മേരിച്ചിയാണ്. ആ ടീച്ചറിന് കാരണം വെച്ചാൽ ഗോഡു എപ്പോഴും കരയുന്നതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞാൽ വേഗം അനുസരിക്കും. അപ്പോൾ ഇവനാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിരിക്കണ കാരണം അവനെപ്പോഴും മേരിച്ചിയുടെ ഒക്കത്തായിരിക്കും. അപ്പോൾ അത് കാരണം ആ ടീച്ചറെ ഞാൻ മറക്കില്ല. ഗോഡുവിനെ അറിയില്ല. ടീച്ചർ ചോദിച്ചു, ഗോഡു എന്നെ അറിയോടാ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഗോഡുവിനെ അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയപ്പോൾ ഊട്ടുപെരുന്നാളിൻ്റെ ഭയങ്കര തിരക്ക് കുറയുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി അവിടെ ഇരുന്നൊരു കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ആൾ കൂടുന്ന സാഹചര്യങ്ങൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കൂട്ടത്തിലേക്ക് ഇടപഴകാനാണ് അവരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി കുറേശ്ശെ അവനെ മാറ്റിയെടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവനെ ഇങ്ങനെ ചെറിയ സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കുർബാനയുടെ ഫുള്ളായിട്ടിരിക്കുന്ന സമയം അവനിരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതെനിക്കറിയാം. അപ്പോൾ അത്ര സമയം അവനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് സാധാരണ ഏത് പെരുന്നാളിൻ്റെ സമയത്താണെങ്കിലും പെരുന്നാളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്ന് അങ്ങനെയാണ് സാധാരണ വരാറ്. ഇതും അതുപോലെ ഇനി തിരക്കുള്ളത് കൊണ്ട് തിരക്കൊഴിയണവരെ പള്ളിയെത്തിയിരുന്നു. അതിനൊക്കെ നല്ല ക്ഷമ കാണിച്ചു. വാശിയും ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊട്ടിന് കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് തിരിച്ച് വരുമ്പോഴേ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അതവനിഷ്ടമാണ്. പിന്നെ അവിടെ കളിപ്പാട്ടങ്ങൾ വിൽക്കണം, അതൊന്നും അവന് ആവശ്യമില്ല, അതൊന്നും ഇഷ്ടമല്ല. ഇനിയും ഒരുപാട് നല്ല മാറ്റങ്ങൾ അവനിൽ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു.